ഗൈസ്, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മാമൻ്റെ നിന്ന് കൊണ്ടുവന്ന ചെടികളൊക്കെ ഒന്ന് നമുക്കൊരു ചട്ടിയിലാക്കി വെക്കാം. അപ്പോൾ നമുക്കിവിടെ ആണെങ്കിൽ എല്ലാത്തിനും കറക്റ്റായിട്ടുള്ള ചട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാനൊക്കെ കൂടി ഒരു ചട്ടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു ദിവസം ചട്ടി വാങ്ങിയിട്ട് മാറ്റിയേക്കാമെന്ന് വെച്ചു. പിന്നെ ഇപ്പോൾ വെക്കുന്ന ഈ ഒരു ചെടി ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കട്ടിങ്സൊക്കെ അതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും കൂടെ ബുഷിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ചെറിയ ചെറിയ തണ്ടുകളാക്കിയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ബാക്കിയുള്ള സ്നേക്ക് പ്ലാന്റും കാര്യങ്ങളൊക്കെ ഞാൻ സാധാരണ ആ ചട്ടിയിലും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു മറ്റേ കളർ വരുന്നൊരു ചേമ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അതിൻ്റെ പേരൊക്കെ ഉണ്ട് എനിക്കറിയില്ല. അപ്പോൾ ആ ചേമ്പിൻ്റെ ഇല ഞാൻ ഇതേപോലെ തന്നെ ഈ ചട്ടിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുറേ കട്ടിങ്സ് ആയിരുന്നു. പിന്നെ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു ലീഫ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേറൊരു പരീക്ഷണം ചെയ്ത് നോക്കാൻ വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഈ ചട്ടിയിൽ നമുക്ക് കൊള്ളുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മുറ്റത്ത് തന്നെ ഡയറക്റ്റായിട്ട് കുഴിച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ സാധാരണ ഇങ്ങനെ വഴിയോരത്തൊക്കെ കാണുന്ന അങ്ങനത്തെ ചെടികളായിരുന്നു. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് ചട്ടിയിലേക്ക് മാറ്റും, അല്ലെങ്കിൽ നമ്മൾ അതിന് പറ്റിയൊരു സ്ഥലം കണ്ടെത്തിയിട്ട് അവിടേക്ക് മാറ്റിക്കും. ചിലപ്പോൾ അത് ഇവിടെ തന്നെ ആയിരിക്കും, എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അവിടെ കുഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ കുറച്ച് റോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തു. അതൊക്കെ തന്നെയുള്ളായിരുന്നു. പിന്നെ നമ്മൾ കുഴിച്ചിട്ട കാര്യങ്ങൾ കൂടെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു ഉച്ച സമയത്താണ് ഞാൻ കുഴിച്ചിട്ടത്, എന്നാലും ഞാൻ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം തീരെ വെള്ളം ഇല്ലാതെ നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളായിരുന്നു. അപ്പോൾ ബൈ.